അയൽവാസികൾ പറഞ്ഞതനുസരിച്ച് അവിടെ നടന്ന മൂന്നാമത്തെ കൊലപാതകം കാര്യസ്ഥൻ ഗോപാലൻ്റേതാണെന്ന് സന്ദീപിന് മനസ്സിലായി. പക്ഷേ കാര്യസ്ഥൻ ഗോപാലൻ്റെ മരണത്തിന് യാതൊരു തെളിവും അവിടെ ഉണ്ടായിരുന്നില്ല. സന്ദീപ് അപ്പോൾ തന്നെ ജഡ്ജിയെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പേഴ്സണലായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പക്ഷേ അത് അവിടെ വെച്ച് വേണ്ടെന്നും ഒറ്റപ്പാലത്തെ നിങ്ങളുടെ ഈ വീട്ടിൽ ഒരിക്കൽ കൂടി വരണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ തന്നെ ജഡ്ജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടേക്കെത്തി. കുറച്ചുനേരം മാഡം ഇവിടെ തനിച്ചിരിക്കണമെന്നും എനിക്ക് സാറിനോട് അല്പം പേഴ്സണലായി സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ജഡ്ജിയുമായി സന്ദീപ് മുകളിലേക്ക് കയറി. മുകളിലെത്തിയ സന്ദീപ് ജഡ്ജിയോട് അന്നീ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഈ വീട്ടിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു. താനും തൻ്റെ ഭാര്യയും 3 മക്കളും അച്ഛനും അമ്മയുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ജഡ്ജി മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെ കാര്യസ്ഥൻ ഗോപാലൻ ഇവിടെ ഇല്ലായിരുന്നോ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ താൻ അമ്പലത്തിൽ നിന്ന് തിരികെ വന്നപ്പോൾ മേശപ്പുറത്തൊരു ലെറ്റർ ഇരുന്നു എന്നും അത് പൊട്ടിച്ച് വായിച്ചപ്പോൾ മരുമകൻ മരിച്ചതിനാൽ ഗോപാലൻ അത്യാവശ്യമായി ബോംബെയിലേക്ക് പോവുകയാണെന്നും തന്നെ അമ്പലത്തിൽ വെച്ച് 5-6 തവണ ഗോപാലൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും എന്നാൽ ഫോൺ എടുക്കാൻ സാധിക്കാത്തതിൽ വിവരം അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ലെറ്റർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞ് താൻ റൂമിലേക്ക് കയറിയപ്പോഴാണ് തൻ്റെ മകളും അമ്മയും മരിച്ചു കിടക്കുന്നത് കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സാറ് പിന്നീടൊരിക്കലും ഗോപാലിനെ വിളിച്ചിട്ടില്ലേ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ആ ഇടയ്ക്ക് 2-3 തവണ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു എന്നും പിന്നെ ഭർത്താവ് മരിച്ച മകളെയും തൻ്റെ പേരക്കുട്ടിയും തനിച്ചാക്കി നാട്ടിലേക്ക് വരാൻ മനസ്സ് കാണിക്കാത്തതുകൊണ്ടായിരിക്കാം ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആക്കി അവിടെ തന്നെ കൂടിയതെന്ന് കരുതി ഞാൻ പിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ജഡ്ജിയുടെ ഈ വാക്കുകൾ കേട്ട സന്ദീപ് ഗോപാലൻ്റെ അഡ്രസ്സ് ഒന്ന് തരുവാൻ ജഡ്ജിയോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നാട്ടിൽ അദ്ദേഹത്തിനൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അവരുടെ അഡ്രസ്സ് തരാമെന്നും ജഡ്ജി പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് ജഡ്ജിയുമായി സന്ദീപ് പുറത്തേക്ക് വന്നപ്പോൾ ജഡ്ജിയുടെ ഭാര്യയെ അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ജഡ്ജിയും സന്ദീപും അവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്താനായില്ല. പിന്നീട് സന്ദീപ് വീടിനരികിലുള്ള റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോയപ്പോൾ അവർ അവിടെ തറയിൽ എന്തോ തിരയുന്നത് കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.